നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഒന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങളെ എങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഇന്നേ വരെ അമേരിക്കയും സംഘവും കാണാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഞങ്ങളിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ്. ട്രംപ് പറഞ്ഞത് ഉടനടി ഒരു എഗ്രിമെന്റിലേക്ക് എത്തണമെന്നും എഗ്രിമെന്റിലേക്ക് ഒരു കരാറിലേക്ക് ഇറാൻ കടന്നു വന്നിട്ടില്ലെങ്കിൽ വളരെ മോശകരമായ യുദ്ധമായിരിക്കും ഇറാൻ കാണാൻ പോകുന്നത് എന്നുമുള്ളതാണ്. ഇതിനുള്ള മറുപടിയായിട്ടാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. 12 ദിവസത്തെ കഴിഞ്ഞ ജൂണിൽ നടന്ന ഇസ്രയേലും അമേരിക്കയും രണ്ടാളും ഒന്നായി ഞങ്ങൾ ആക്രമിച്ചപ്പോൾ 12 ദിവസം നടന്ന യുദ്ധത്തിൽ എത്തരത്തിൽ തിരിച്ചടിക്കണമെന്നും ഏത് രീതിയിൽ ആക്രമണം നടത്തണമെന്നും അതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ടെന്നും അടുത്തതായി ഒരു ആക്രമണം ഇറാനിലേക്ക് അമേരിക്ക നടത്തുകയാണെങ്കിൽ തെല്ലവീവിൻ്റെ മധ്യഭാഗം തീർച്ചയായും തകർത്തു കളയുമെന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇറാനിൽ നിന്ന് വന്നത്. ഇറാൻ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ആക്രമണമല്ല, യുദ്ധത്തിൻ്റെ ഗതി മാറ്റമായിരിക്കും, വളരെ ശക്തമായ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക എന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടി എന്നോണം പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഇത്തരത്തിൽ എബ്രഹാം ലിങ്കണും വിമാനവാഹിനി കപ്പലുകളും മറ്റു യുദ്ധക്കോപ്പുകളും കാണിച്ചുകൊണ്ട് ഇറാനെ ഭയപ്പെടുത്തി കളയാമെന്നാണ്. പക്ഷേ ഇറാൻ ഒരു നിലക്കും വിട്ടുകൊടുക്കുന്നില്ല, ശക്തമായി പിടിച്ചു നിൽക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഞങ്ങളെ ഏത് ചെറിയ ആക്രമണത്തെ പോലും ഞങ്ങൾ യുദ്ധത്തിൻ്റെ തുടക്കമായി തന്നെ കാണുമെന്നാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് കൂടിയായ അലി ഷംഖാനി പറയുന്നത്. ഞങ്ങളെ ചെറിയ ഒരാക്രമണം ഞങ്ങൾക്ക് അരികിലൂടെ പോയി കഴിഞ്ഞാൽ പോലും അത് വലിയ യുദ്ധത്തിൻ്റെ തുടക്കമെന്ന് ഞങ്ങൾ കരുതി ആക്രമണം ആരംഭിക്കുമെന്നും ഞങ്ങൾ ആക്രമിച്ച ആളെയും അവരുടെ കൂട്ടാളികളെയും ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ വളരെ ശക്തമായി മുന്നറിയിപ്പ് നൽകിയത്. ഇതിലൂടെ ഇറാൻ അറിയിക്കുന്നത് തീർച്ചയായും തെല്ലവീവിലേക്ക് ഇസ്രയേലിലേക്ക് ഞങ്ങൾ ആദ്യം തന്നെ ആക്രമണം നടത്തുമെന്നുള്ളതാണ്. തെല്ലവീവിൻ്റെ പേരെടുത്തു തന്നെ അങ്ങ് പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഇറാൻ ഞങ്ങളെ എങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ബെന്യാമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ ഇസ്രയേലുമായി നടന്ന യുദ്ധത്തിൽ ഇസ്രയേൽ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ്, 2 ആഴ്ചകൾക്ക് മുമ്പ് ഫ്ലോറിഡയിൽ പോയി ട്രംപുമായി ഇസ്രയേൽ ബെന്യാമിൻ നെതന്യാഹു ഒരു കൂടിക്കാഴ്ച നടത്തുകയും ഇറാൻ മിസൈൽ സംവിധാനം വികസിപ്പിക്കുന്നുണ്ടെന്നും ദീർഘദൂര മിസൈലുകളാണ് ഇറാൻ വികസിപ്പിക്കുന്നതെന്നും അത് ഏത് രീതിയിലും തടയണമെന്നും ട്രംപിനെ പറഞ്ഞ് പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് ചാടിക്കുകയായിരുന്നുവെങ്കിലും പിന്നീട് ബെന്യാമിൻ നെതന്യാഹുവിൻ്റെയോ ഇസ്രയേലിൻ്റെയോ ഒരു ശബ്ദവും ഉയരുന്നില്ല എന്നുള്ളതാണ്. അവർ തികച്ചും ഉൾവലിഞ്ഞ രീതിയിലാണ് ഇപ്പോഴുള്ളത്. ട്രംപ് പലതവണയായി ഭീഷണികൾ മുഴക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ മിണ്ടാട്ടമില്ലാതെ ഇരിക്കുന്നു. കാരണം ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നതിനെ ബെന്യാമിൻ നെതന്യാഹുവും സംഘവും ഭയപ്പെടുന്നു എന്ന് തന്നെ വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം കൊണ്ട് ഇസ്രയേലിലെ പല ഹൈഫയടക്കം പല നഗരങ്ങളും ഇറാൻ തകർത്തെറിഞ്ഞു കളഞ്ഞിരുന്നു. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ഉൾവലിഞ്ഞത്. അത് പോരാ, ഈ ഫ്ലോറിഡയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഇസ്രയേലിലെ പല യുദ്ധവിദഗ്ധരും ഇസ്രയേലി ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഒരു രീതിയിലും ഇറാനുമായി ഒരു യുദ്ധത്തിന് സമയമായിട്ടില്ല. കാരണം ഇറാനെ ഇപ്പോൾ അടിക്കണമെങ്കിൽ, ഇറാനെ ഇനി നമ്മൾ ആക്രമിക്കണമെങ്കിൽ പൂർണ്ണമായും ഇറാന്റെ മിസൈലുകളെ തടുക്കുവാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷമായിരിക്കണം ഇറാനിലേക്ക് ആക്രമണം നടത്തേണ്ടത് എന്ന മുന്നറിയിപ്പ് വളരെ കൃത്യമായി ബെന്യാമിൻ നെതന്യാഹുവിനും ഭരണകർത്താക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രയേൽ ഉൾവലിയുന്നത്. ഇറാന്റെ മിസൈലുകൾ കടന്നു വരുമ്പോൾ പൂർണ്ണമായും തടുത്തു നിർത്തുവാനുള്ള ശേഷി ഇന്ന് ഇസ്രയേലിന് ഇല്ല. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിന് മുമ്പ് അമേരിക്ക അവരുടെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടും ഒരു രീതിയിലും ഇറാന്റെ മുഴുവൻ മിസൈലുകളെയും തടുക്കാൻ കഴിഞ്ഞില്ല.
പാർപ്പിടങ്ങളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് കെട്ടിടങ്ങളിലും സൈനിക സംവിധാനങ്ങളെയും ഒക്കെ ഇറാൻ അന്ന് ആക്രമിച്ചിരുന്നു. ഇസ്രയേൽ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ആക്രമണമായിരുന്നു അന്ന് തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇറാൻ പറയുന്നു, ഇസ്രയേലിൽ ഞങ്ങളന്ന് 12 ദിവസം നടത്തിയ ആക്രമണത്തിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ പഠിച്ചു. ഇനിയുള്ള ഞങ്ങളുടെ ആക്രമണം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള എത്തരത്തിൽ ആക്രമിക്കണമെന്ന് കൂടുതൽ പഠിച്ച ഒരു ഇറാനെ ആയിരിക്കും നിങ്ങൾ കാണുക. അന്ന് കണ്ട ഇറാനെയല്ല, അതിനേക്കാൾ ഭീതിപ്പെടുത്തുന്ന, അതിനേക്കാൾ കടുത്ത ആക്രമണം നടത്തുന്ന ഇറാനെ ആയിരിക്കും കാണുക എന്നാണ് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും അബ്ബാസ് അറാക്ചിയും മറ്റുമൊക്കെയും ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്തിലധികം ആയത്തുള്ള അലി ഖാംനയുടെ അടുത്ത ഉപദേഷ്ടാവ് പോലും ഇത്തരത്തിൽ പ്രതികരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഭീഷണിക്ക് മറുപടിയായി എന്നുള്ളതാണ്. ട്രംപ് ഇപ്പോൾ തവണകളായി പറയുന്നത് കരാറിലേക്കെത്തൂ എന്നാണ്. അതായത് ഇതുവരെ ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിലേക്ക് കടക്കുന്നു, ഇതാ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഡയലോഗുകൾ മാറ്റിവെച്ചുകൊണ്ട് ഏത് രീതിയിലും പെട്ടെന്ന് തന്നെ ഇറാനോട് ഒരു കരാറിലേക്ക് എത്താനാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇറാൻ മേഖലയുള്ള രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഹൂത്തികളുടെ കടലാക്രമണവും മറ്റുമൊക്കെ അമേരിക്ക ഭയപ്പെടുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് അറിയാവുന്ന അമേരിക്ക ഇറാനെ ഭയപ്പെടുത്തി ഏതെങ്കിലും ഒരു രീതിയിൽ കരാറിലേക്ക് എത്തിക്കുവാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ അബ്ബാസ് അറാക്ചി പറയുന്നത് ഭീഷണിപ്പെടുത്തിയുള്ള ഒരു കരാറിനും ഇറാൻ വഴങ്ങുകയില്ല. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും പാലിച്ചുകൊണ്ട് സമത്വമുള്ള ഇറാന്റെ എല്ലാ അവകാശങ്ങളെയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു കരാറിനെ ഇറാൻ ബഹുമാനിക്കുന്നു. അതിനിത്തരത്തിൽ യുദ്ധക്കോപ്പുകൾ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കരാറിൽ ഉണ്ടാവുകയില്ല, കരാർ പൂർണ്ണമായും നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ബാസ് അറാക്ചി രംഗത്ത് വന്നത്. അവർ കരാറിന് താല്പര്യപ്പെടുന്നു എന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞതിന് മറുപടി പറയുന്നത്, ഞങ്ങൾ കരാറിലെത്തണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഞങ്ങൾ കരാറിലെത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിലെ ഒരു ഉദ്യോഗസ്ഥരെയും വിറ്റ്കോഫിനെയോ മറ്റോ ഞങ്ങൾ വിളിച്ചിട്ടില്ലെന്നും അബ്ബാസ് അറാക്ചി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷന് കൊടുത്ത അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതായത് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞങ്ങൾ കരാറിലേക്ക് വരണമെങ്കിൽ തന്നെ സമാധാനപരമായ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ഇറാനെ അനുവദിക്കണം എന്ന് മാത്രമല്ല, സൈനിക ആവശ്യങ്ങൾക്കുള്ള ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുകയും അത്തരത്തിലൊരു കരാറുണ്ടാക്കുവാൻ ഇറാൻ എക്കാലത്തും തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ അവകാശപരമായ ന്യൂക്ലിയർ പ്രോഗ്രാമുമായി ഞങ്ങൾ മുന്നോട്ട് പോകും, സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തണമെന്നും ഇത്തരത്തിൽ ഇറാൻ്റെ അവകാശങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള, അതുപോലെ ഞങ്ങളുടെ മിസൈൽ സംവിധാനങ്ങളെയും മറ്റുമൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറിന് മാത്രമേ ഇറാൻ തയ്യാറാവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്ന, നിങ്ങൾ പറയുന്നതൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള, ഭയപ്പെട്ടുകൊണ്ട് കീഴ്പ്പെടുവാൻ ഇറാനെ കിട്ടുകയില്ല എന്ന വളരെ ശക്തമായ സന്ദേശമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അമേരിക്കക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയങ്ങോട്ട് ട്രംപ് എന്ത് ചെയ്യും എന്നുള്ളത് നോക്കി തന്നെ കാണേണ്ടി വരും. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ മിഡിൽ ഈസ്റ്റിൽ എത്തിയതിന് ശേഷമാണ് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള വലിയ പ്രഹരവും ഭീഷണിയുമൊക്കെ തവണകളായി വരുന്നത്. 18 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 70 വിമാനങ്ങളും സംവിധാനങ്ങളുമായിട്ടാണ് ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം 3 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറും അതിനുണ്ട്. അതിലേക്ക് വരുന്ന മിസൈലുകളെയും മറ്റുമൊക്കെ തടുക്കുവാൻ 3 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും മറ്റ് സംവിധാനങ്ങളും അതുപോലെ ആണവശക്തി കൂടിയുള്ള കപ്പൽ വ്യൂഹമാണ് മിഡിൽ ഈസ്റ്റിലെത്തിയിട്ടുള്ള ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നും കാട്ടി ഇറാനെ ഭയപ്പെടുത്താൻ നോക്കണ്ട എന്നുള്ള മെസ്സേജാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പ്രതികരിക്കുന്നത്, ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ ഡെപ്യൂട്ടി സ്പീക്കറും അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവും അങ്ങനെ തുടങ്ങി ഇറാൻ പ്രസിഡന്റിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ശക്തമായ മുന്നറിയിപ്പ് തവണകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും ട്രംപിന് കീഴ്പ്പെടുന്ന ഒരു ശ്രമവും നടക്കുകയില്ല, ട്രംപിന് കീഴ്പ്പെടുകയില്ല എന്ന് തന്നെയുള്ള മെസ്സേജാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.